ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്, നമ്മുടെ ഉത്സവവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇന്നപ്പോൾ രാവിലെ കാപ്പി കുടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പറ കിട്ടിയിട്ടുണ്ട്, കാപ്പി കുടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കഴിഞ്ഞ്. ചേച്ചിയും കൈലാസൊക്കെ ഉണ്ട്, അപ്പോൾ അവരൊക്കെ ഇന്ന് പോവും. പിന്നെ കാപ്പി കുടി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് മധുരക്കിഴങ്ങ് ഇരിപ്പുണ്ടായിരുന്നു, അത് ഞാൻ കവിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, നമുക്ക് കവിക്കാം. പിന്നെ ഇന്നിപ്പം കാവടിയാണ്, തൈപ്പൂയ കാവടിയാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിനടുത്ത് അമ്പലത്തിൽ നിന്നാണ് എല്ലാം ഇറങ്ങുന്നത് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകണം. ക്ലാസ് ഇതുവരെയും സാറ് ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ട് എന്തായാലും പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പം വിശേഷങ്ങളെ കാണിക്കും. ഉത്സവമായിട്ട് ചേച്ചിയും കൈലാസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരും തിരിച്ചു പോകണം, നാളെ സ്കൂളിൽ പോകണം, ഓഫീസിൽ പോകണം. അങ്ങനെ ഷർട്ടൊക്കെ കൊണ്ട് കല്ലമ്പലത്ത് ബസ് സ്റ്റോപ്പിലാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഭയങ്കര വെയിലായിരുന്നു, ഞാൻ പോയില്ല. പിന്നെ കുറേ തുണികളൊക്കെ മാറ്റി പിടിച്ചിട്ടിരിക്കുന്നു. അപ്പോൾ അവരെല്ലാം പറഞ്ഞ് ടാറ്റ പറഞ്ഞ് വീട്ടിൽ നിങ്ങൾ പോയിട്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ട് കല്ലമ്പലം വരെ പോകുന്നുള്ളൂ. അപ്പോൾ അവിടെ കൊണ്ടാക്കി ബസ് കയറ്റി വിട്ടിട്ട് വരും. അപ്പോഴത്തേക്ക് ഇതാ കാറ് പോകുമ്പോഴേ കാർ കുറച്ച് തൂക്കാൻ പറ്റത്തുള്ളൂ. കാറ് പോകുമ്പോൾ ഞാൻ കൂടെ പോകും, ഇല്ലെങ്കിൽ കാറ് വരുമ്പോൾ ഞാൻ കൂടെ വരും. അതാണല്ലോ ഇവിടുത്തെ നടക്കുന്നത്. അപ്പോൾ ചേച്ചിയൊക്കെ പോയി, അവരെ കൊണ്ടാക്കാൻ പോയി. കല്ലമ്പലത്ത് പോയി ബസ്സിലങ്ങ് തിരിച്ച് പോകാമെന്ന് പറഞ്ഞൊക്കെ പോയി. അപ്പോൾ എൻ്റെ ഇവിടെ അമിഞ്ഞിരിക്കുകയാണ്, പക്ഷേ ഭയങ്കരമായിട്ട് അടിക്ക് പറഞ്ഞ ഒരാളൊക്കെ വെച്ചിട്ട് കുറേ ദിവസമായി. ഒരു തിരുവാതിരയിൽ കൊണ്ട് ഇറങ്ങിയ ശേഷം ഇതുവരെ വീട്ടിലെ കാര്യങ്ങളൊന്നും എനിക്ക് നടക്കില്ല. എനിക്ക് തുണിയൊക്കെ മടക്കാറുണ്ട്, അതൊക്കെ മടക്കി വയ്ക്കട്ടെ. എല്ലാം പറക്കിയിട്ട് അലമാരയിൽ സെറ്റ് ചെയ്ത് എന്നിട്ട് വേണം വൈകുന്നേരം പോകാൻ കാവടിക്ക്. അപ്പം ശരി, ഞാൻ ജോലി കഴിഞ്ഞിട്ട് ഞങ്ങൾ കുളിച്ച് റെഡിയായി വന്നപ്പോൾ ഏകദേശം ഒരു 4:30 മണിയായി കേട്ടോ. അപ്പോൾ ഇതാ അവിടെ വണ്ടികളൊക്കെ വന്ന് നിറഞ്ഞ് വണ്ടിയുടെ സ്ഥലമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ വിളിച്ച് പറഞ്ഞു. അവന് റൈറ്റ് സൈഡിൽ നമ്മളെ സ്വന്തം കടയിലെ ചേട്ടാണ് നിൽപ്പുണ്ടായിരുന്നു. നമ്മൾ ചേട്ടാ ഇവിടെ വണ്ടി ഇട്ടുട്ടേ. അപ്പോൾ ഇട്ടു, അവിടെ ബ്ലോക്കായില്ലേ? ഞാൻ പറഞ്ഞാൽ ബ്ലോക്കായി. അപ്പം നമ്മുടെ വഴിയൊക്കെ മുടക്കി വണ്ടികൾ ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് കയറ്റി ഇവിടെ ഇട്ട് കേട്ടോ. പെട്ടെന്നങ്ങ് വളച്ചാൽ ആ വണ്ടിക്കാരനൊരു സംശയം വന്നു, ഞാൻ വളയ്ക്കോ ഇല്ലെന്നുള്ളത്. ഞാൻ മറ്റേ വഴി നോക്കിപ്പോയാണ് ശ്രദ്ധിച്ചില്ല. അപ്പോൾ നമ്മളെ വഴിയുണ്ടോ ഫുള്ള് ബ്ലോക്ക്. അങ്ങനെ ഇവിടെ വണ്ടി ഇട്ട് പതുക്കെ ക്രോസ് ചെയ്തങ്ങ് പോയി. അപ്പോൾ നമ്മൾ വഴിയിൽ നിന്ന് നോക്കുമ്പോൾ കാഴ്ചയാണ് കേട്ടോ. ഇവിടെ നിന്നിട്ട് വണ്ടി, പക്ഷേ എല്ലാ വർഷത്തെക്കാളും ഇല്ല കേട്ടോ ഇത്തവണ. അപ്പോൾ റോണിക്ക് സൗണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വണ്ടികളെ ഇത്തവണ ഉള്ളായിരുന്നു, എല്ലാ വർഷത്തെക്കാളും വളരെ കുറവായത് ഇത്തവണ. അതായത് ഒരു വലിയൊരു ടോറസ് ഒക്കെ കിടപ്പുണ്ട് കേട്ടോ. അതിനകത്ത് എന്തൊക്കെയോ വെറൈറ്റി ആയിട്ടുണ്ട്, കാണുമ്പോൾ തന്നെ അറിയാം. ടോറസിൻ്റെ ബാഗ് വേറൊരു വണ്ടി. അപ്പോൾ ഇവിടെ ഞാൻ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ കുത്തു തുടങ്ങി കേട്ടോ. ശൂലം കുത്തി തുടങ്ങി. അവിടെ നാട്ടിയായിട്ട് നിൽക്കുന്നതെല്ലാം ശൂലങ്ങളാണ്, കുത്തി കുത്തി വേറെ മൊത്തം കുത്തിയിട്ടേക്കാണ്. DJ വണ്ടിയൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. അത് ഞങ്ങൾ വീട്ടിൽ നിന്നും ഫ്രണ്ടിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതെല്ലാം ഇവരെല്ലാം കെട്ടി അതിൽ നിർത്തുമല്ലോ, ആ ഒരു ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞങ്ങൾ വീടിൻ്റെ ഫ്രണ്ടിൽ കിടന്ന വണ്ടിയിലാണ് കേട്ടോ. ഇത്തവണ സത്യം പറഞ്ഞാൽ കുറവായിരുന്നു കേട്ടോ. അതുകൊണ്ട് എന്നാലും 8-8 മണിയായി എല്ലാം പോയി വന്നപ്പോഴത്തേക്ക്. എല്ലായിടത്തും രാവിലെയാണ് കാവടി കഴിഞ്ഞത്, പക്ഷേ ഞങ്ങളുടെ എല്ലാ വർഷവും വൈകുന്നേരമാണ് കേട്ടോ. ഇതൊരു വെറൈറ്റി എന്ന് വെച്ചാൽ ആ പയ്യൻ്റെ വയറ്റിൽ നിന്ന് അടുത്ത് തൊട്ടിൽ കെട്ടിയിട്ട് ആ തൊട്ടിൽ 2 കൊച്ചുങ്ങളിരിക്കുന്നു കേട്ടോ. അതൊരു വല്ലാത്ത കാഴ്ച, ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഓരോരുത്തരെ ഓക്കെ, ഇതിൽ 3 പേരുണ്ട് കേട്ടോ. ഒന്ന് അപ്പുറം ഇപ്പുറം, ഒന്ന് നടുക്കൊന്നായിട്ടുണ്ട്. എനിക്ക് നടുക്ക് നിൽക്കുന്ന ഇന്ന് പോകാനുള്ളതാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് വരാം കേട്ടോ. അങ്ങനെ ധ്യാനൂസിൻ്റെ കളിക്കൂട്ടുകാരി കണ്ട് ഞാനും എൻ്റെ കളിക്കൂട്ടുകാരി കണ്ട് കുറച്ച് നാളായി നമ്മളെല്ലാം നേരിട്ട് കണ്ടിട്ട്. അപ്പം ഇവരുടെ അടുത്ത് നിന്നൊരു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ നിന്നാൽ ഇന്നത്തേക്ക് നിങ്ങൾ രണ്ടുപേരെയും വൈറലാക്കി തരാം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഒരുത്തി അങ്ങോട്ട് തെക്കോട്ട് ഒരുത്തൻ വടക്കോട്ട് നോക്കി നിൽക്കുകയാണ്. പിന്നെ രണ്ടുപേരെ പിടിച്ച് നിർത്തി ഒരു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് കേട്ടോ. അങ്ങനെ നിൽക്കവേ നമ്മളെ കമ്പനിക്കാരിയാണ് ഈ നിൽക്കുന്ന വിജിത കേട്ടോ. അവളെ നിങ്ങൾ നേരത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അവളിപ്പോൾ ഇത്തവണ ഇലക്ഷൻ ജയിച്ചു. അവളെ വന്നതിന് ശേഷം ഞാൻ ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ വീഡിയോക്ക് പോസ്റ്റ് ചെയ്യും മെമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളവിടെ ചിരിച്ചു കൊടുക്കുന്ന വീഡിയോ എടുത്തുകൊടുക്കും. അപ്പോൾ ഇവിടെ ഈ സംഭവം നടക്കുന്നത്, ഇതിനകത്തും നേരത്തെ പറഞ്ഞ പോലെ അയാളുടെ വയറ്റിൽ നിന്ന് ഒരു കൊച്ചിനെ കെട്ടി തൂക്കുന്നുണ്ട് കേട്ടോ. കൊച്ചിന് തൊട്ടിലിനകത്ത് കുട്ടീനെ. പിന്നെ അതിന് ചുറ്റും 2 സ്ഥലത്തായിട്ട് ഊഞ്ഞാലുണ്ട്. ആ ഊഞ്ഞാലിലൊക്കെ ഒരു ശിവൻ, പാർവതി, അങ്ങനെയൊക്കെ ഓരോ രൂപങ്ങളിലെ കൊച്ചുങ്ങളൊക്കെ റെഡിയാക്കി നിർത്തിയിരുത്തി. അത് കൊള്ളാം കേട്ടോ, സൂപ്പറായിരുന്നു. അപ്പോൾ DJ ലൈറ്റും എല്ലാമായിട്ട് നല്ല സൂപ്പറായിട്ട് ലൈറ്റ് ആയപ്പോഴത്തേക്ക് നല്ല രസമായിട്ടുണ്ട്. ഏകദേശം 8-8:30 മണിയായി പോയപ്പോൾ. അപ്പോൾ അവിടെ നിർത്തിയ ടോറസ് വണ്ടി വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇത് മെയിൻ റോഡിലോട്ട് ഇറക്കുന്നത് തന്നെ ആ ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ പാട്, കാരണം കുറേ ആൾക്കാരുണ്ടല്ലോ അതിനകത്ത്.
ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് കഴിച്ച് കണ്ട് മടുത്ത് എല്ലാം കെട്ടി റെഡിയാക്കിയപ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ഏറ്റവും ഫ്രണ്ടിൽ വന്നിട്ട് ഇവിടെ നമ്മൾ കണ്ടിട്ടാണ് അങ്ങോട്ട് പോയത്. അപ്പോൾ ഇതിനകത്തും ഒരു കൊച്ചിനെ ആ തൊട്ടിൽ കെട്ടിയിരുന്നു. പക്ഷേ കൊച്ചു ഭയങ്കര കരച്ചിൽ കേട്ടോ. കുറേ നേരം ആയില്ലേ പോകാനകത്ത് തിരുത്തിയിട്ടേ, അതായിരിക്കും. ഇതൊക്കെ ഇനി അങ്ങ് അമ്പലത്തിലെത്തുമ്പോൾ എത്ര നേരം ആവുമെന്ന് അറിയാം. കാരണം ആ ഒരു ടോറസ് വണ്ടിക്ക് എത്ര ആൾക്കാർ നോക്ക്. ഒരാൾ അതിനകത്ത് തൊട്ടിൽ ആളുടെ വയറൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പേടിയാവും. ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങോട്ട് നോക്കിയില്ല കേട്ടോ. പിന്നെ ആ കൊച്ചുങ്ങൾ മൂന്നല്ല 4 ഊഞ്ഞാലുണ്ടായിരുന്നു കേട്ടോ. 4 ഊഞ്ഞാൽ, ശിവനും പാർവതി, താഴെ ആദ്യം 2 ക്യാരക്ടർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കൊച്ചിനെ നമുക്ക് കരയാതിരിക്കാൻ വേണ്ടി ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോയപ്പോൾ കഴിയുമ്പോൾ കൊച്ചിൻ്റെ കരച്ചിലൊക്കെ തീർന്നു. പിന്നെ ഇതൊരു വെറൈറ്റി ഉണ്ടല്ലേ, നിർത്തിക്കൊണ്ട് കഴിഞ്ഞ വർഷമൊക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. പല പല ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് ഞങ്ങൾ ഫുൾ ആടുന്നത് തന്നെ കേട്ടോ. ഇത് ആ DJ വണ്ടിയുടെ ബാക്കിൽ നിന്നുള്ള 3 കളർഫുൾ ഇതാണ്. ഞങ്ങളുടെ വീടിൻ്റെ അവിടെ ഫ്രണ്ടിൽ ഇട്ട് കെട്ടിയ 3 പേരാണ് കേട്ടോ. അതും ഒരാൾ നിൽക്കുന്നു, ബാക്കി 2 ദിവസം കിടക്കുന്നു. ഇതൊക്കെ ആചാരങ്ങളല്ലേ, ഇതൊക്കെ ഓരോരുത്തർ വിശ്വാസമാണ് കേട്ടോ. ഈ കാവടി എന്ന് പറയുന്നത് ഭയങ്കര വിശ്വാസമുള്ള കാര്യമാണ്. എപ്പോഴും വ്രതവും കാര്യങ്ങളൊന്നും ചെയ്യുന്നതാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയിട്ട് ആളെ കുളിക്കാൻ കയറി. ഞാൻ അവിടെ നിന്ന് ഐസ്ക്രീം വാങ്ങിക്കാൻ വയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ വഴിയൊന്നും വാങ്ങിക്കൊണ്ട് വന്നിട്ട് അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് പോകുന്ന സമയത്ത് ഇത് കുറച്ച് ചീനിക്കിഴങ്ങ് അവിച്ച കാര്യം പറഞ്ഞില്ലേ, അത് കഴിച്ചില്ലായിരുന്നു. അപ്പോൾ രാത്രി വന്നിട്ട് അതങ്ങ് ഭക്ഷണമാക്കി. അത് കഴിച്ച ശേഷം ഞങ്ങൾ കിടന്നുറങ്ങാനായിട്ട് പോയി. ഹലോ, അപ്പം ഞങ്ങൾ കാവടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിരിക്കും. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.